നമസ്കാരം. എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ കളക്ടർക്കെതിരെ എന്ത് മൊഴി നൽകിയോ അതുതന്നെ പ്രത്യേക അന്വേഷണ സംഘത്തോടും ആവർത്തിച്ചിരിക്കുകയാണ് കുടുംബം. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും ഒക്കെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തിയത് എന്നാണ് വിവരം. യാത്രയയപ്പിലും പെട്രോൾ പമ്പ് വിഷയത്തിലുമൊക്കെ ഗൂഢാലോചനയുണ്ടെന്ന് തന്നെയാണ് കുടുംബം മൊഴി നൽകിയത്. കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കുടുംബാംഗങ്ങളുടെയൊക്കെ മൊഴിയെടുത്തതും. ഉച്ചയോടെ തന്നെ പത്തനംതിട്ട മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടും അന്വേഷണമൊന്നും കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. CBI അന്വേഷണമാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് വാലിന് തീപിടിച്ച പോലെ അന്വേഷണ സംഘം നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തുന്നതും. PP ദിവ്യ ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായി തന്നെ അന്വേഷിക്കണമെന്നാണ് സഹോദരൻ അടക്കമുള്ളവരുടെ ആവശ്യം. മൊഴിയെടുത്തതിനു ശേഷം കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് ഇത്തവണ പ്രതികരിച്ചതുമില്ല. കേസിൽ പെട്രോൾ പമ്പ് ഉടമയായിട്ടുള്ള പ്രശാന്തിന്റെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തുകയുണ്ടായി. നവീൻ ബാബുവിന്റെ കോൾ ലിസ്റ്റിന്റെ കോപ്പിയുമായിട്ടാണ് അന്വേഷണ സംഘം എത്തിയത്. നവീൻ ബാബു വിളിച്ചത് ആരൊക്കെയാണെന്ന് വ്യക്തത വരുത്താനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഈ ശ്രമം. നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങ് നടന്ന ദിവസമാണ് കണ്ണൂർ പോലീസ് മഞ്ജുഷയുടെയും പ്രവീൺ ബാബുവിന്റെയും മൊഴി രേഖപ്പെടുത്തിയതും. SIT രൂപീകരിച്ചു ആദ്യമായിട്ടാണ് മഞ്ജുഷയുടെ മൊഴി രേഖപ്പെടുത്താൻ എത്തുന്നതും. ഏകദേശം 2 മണിക്കൂറോളമാണ് മൊഴിയെടുപ്പ് നീണ്ടുനിന്നത്. ആത്മഹത്യക്ക് മുമ്പ് നവീൻ ബാബു എന്തൊക്കെയാണ് മഞ്ജുഷയുടെ ഫോണിൽ സംസാരിച്ചതെന്ന് അവർ പ്രധാനമായും അന്വേഷിച്ചു. കണ്ണൂർ കളക്ടർ അരുൺ വിജയനെ വിശ്വാസമില്ലെന്നും മഞ്ജുഷ SITയോട് തുറന്നടിച്ചു. ദിവ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കുടുംബത്തിനായി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താത്തതിൽ പ്രോസിക്യൂഷനെതിരെ വിമർശനവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ കൂടിയാണ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം നടപടി തുടങ്ങിയത്. പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിന്റെ മൊഴി ഇന്നലെ എടുത്തിരുന്നു. അതേസമയം തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളെ വിലക്കി വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ എത്തി. PP ദിവ്യ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിലേക്കാണ് മാധ്യമങ്ങളെ കടത്തിവിടാതെ വിലക്കേർപ്പെടുത്തിയതും. പഞ്ചായത്തിന് പുറത്ത് പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരെ തടയാൻ നിർദ്ദേശമുണ്ടെന്നായിരുന്നു പോലീസ് അറിയിച്ചത്. എന്നായാലും PP ദിവ്യയുടെ ഒഴിവിലേക്ക് ആര് വന്നാലും അവരും വരുന്ന ആളാരായാൽ തന്നെയും CPM നിയോഗിച്ചിരിക്കുന്നത് അവരുടെ തന്നെ കൈയാളായിട്ടുള്ള ഒരു നേതാവിനെയാണ്. അവർ തന്നെ ആ ഭാഗത്ത് ജയിക്കുകയുമുള്ളൂ. എന്തായാലും കളക്ടർ ഇപ്പോഴും ഈ സംഘത്തോടൊപ്പം, അതായത് ഈ ഗൂഢസംഘത്തോടൊപ്പം തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതാണ് കളക്ടറുടെ പല പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കേണ്ടതും. കളക്ടർക്കെതിരെ അതിനിർണായകമായ മൊഴി തന്നെയാണ് മഞ്ജുഷ ഈ പ്രത്യേക അന്വേഷണ സംഘത്തോട് തുറന്നടിച്ചതുപോലും. പക്ഷേ ഇത് എടുക്കാനെത്തിയ ഉദ്യോഗസ്ഥർ CPMന്റെ കൈയാളുകളാണെങ്കിൽ അതൊന്നും തന്നെ പുറം ലോകം അറിയാനുള്ള സാധ്യതയുമില്ല. അന്വേഷണം നേർവഴിക്ക് പോകാനുമുള്ള സാധ്യതയില്ല. എന്തായാലും അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി എത്തുകയാണ് മഞ്ജുഷയെ കാണാൻ എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് തന്നെയാണ് മഞ്ജുഷയും കുടുംബാംഗങ്ങളും ആവശ്യപ്പെടുക. കാരണം ഇതൊരു പോലീസ് അന്വേഷിച്ച് തെളിയിക്കാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ പോലീസിന് CPMനെ ഭയമാണ്, അവിടുത്തെ നേതാക്കളെ ഭയമാണ്. ആ ഭയമില്ലാതിരുന്നത് കൊണ്ടുകൂടിയാണ് പല കാര്യങ്ങളും നവീൻ ബാബു അറിയാൻ ഇടയായതും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മരണത്തിലേക്ക് അവർ തള്ളിവിട്ടതും. ഈ തെളിവുകൾ ഒന്നും പുറത്തു വരാതിരിക്കാനുള്ള മനഃപൂർവ്വമായിട്ടുള്ള ജാഗ്രത അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ മഞ്ജുഷ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. നന്ദി.